വീഡിയോയിൽ കണ്ടത് രണ്ടുപേരിൽ ഒരാൾ നാദ്രയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഫൈസൽ മലബാറി ഇവരെ അകറ്റി നിർത്തിയില്ല, ഇവർക്കെതിരെ പോസ്റ്റ് ഇട്ടില്ല? അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ആദിലെ നൂറയെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ LGBTQ കമ്മ്യൂണിറ്റിയെ എതിർത്തിട്ടോ സംസാരിച്ചിട്ടോ അയാളുടെ ദുഷിച്ച മനസ്സുകൊണ്ടോ അല്ല. അയാൾക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അവിടെ കുറ്റമായിട്ടും തെറ്റായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അത് വ്യക്തമാണ്. ആളുകൾ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ആൾ ഇട്ടത്. പക്ഷേ അതിലുള്ള മെയിനായിട്ട് ആദിലെ നൂറയെ മാത്രം ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം അയാളുടെ പോസ്റ്റിൽ രണ്ടാമത്തെ ഇതിൽ വ്യക്തമാണ്. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി. ഈ തെറ്റായ സന്ദേശം നൽകി എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അത് തെറ്റായ സന്ദേശം തന്നെയാണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തരാം. ഒരു അമ്മയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതാണ് ആൾ വ്യക്തമായിട്ട് പറയുന്നത്. അതായത് ഇയാൾ പറഞ്ഞത് അച്ഛനും അമ്മയും മാതാപിതാക്കളെ ധിക്കരിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ ചോദിക്കും, എല്ലാ മാതാപിതാക്കളും നല്ലവരാണോ, അങ്ങനെ അവരൊരു തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് പറയുന്നത്. ഈ മാതാപിതാക്കൾ തെറ്റ് ചെയ്യുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല, അവർ പറഞ്ഞിട്ട് മാത്രമേ നമുക്ക് അറിവുള്ളൂ. ഇവർ ജയിക്കാൻ വേണ്ടി എന്ത് നെറികേടും വിളിച്ച് പറയുന്ന ആളുകളാണെന്ന് നമുക്ക് ബിഗ് ബോസിൽ നിന്ന് വ്യക്തമായ കാര്യങ്ങളാണ്. ഇനിയും ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇവർ പറയുന്നത് വിശ്വസിക്കണോ, സപ്പോർട്ട് ചെയ്യണോ വേണ്ടെന്നൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഇവർ പറഞ്ഞ് വിശ്വസിക്കണമെന്ന് നമ്മളതൊന്ന് ആലോചിക്കുക തന്നെ വേണം. കാരണം ഇവർ എന്ത് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ടീമാണ് നമുക്ക് ബിഗ് ബോസിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇവർ പറയുന്നത് മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല, ഇത് മെയിനായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2 മാസം മുൻപടക്കം ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. മകള് അച്ഛൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത കാര്യം. അതെന്തിനാണ് അവസാനം തിരിച്ചറിഞ്ഞു, എന്തിനാണ് കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടി മാത്രമാണ് സ്വന്തം അച്ഛൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തത്. അപ്പോൾ എന്തായി? അതങ്ങനെയുള്ള ലോകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു പെണ്ണ് ഒന്നും കൊണ്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. പിന്നെ ആണിൻ്റെ അവസ്ഥ കഴിഞ്ഞു. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അതിനർത്ഥം ഞാൻ ഫൈസൽ മലബാർ ചെയ്തതിന് പൂർണ്ണമായിട്ട് യോജിക്കുന്നൊന്നുമല്ല. ചെയ്തത് തെമ്മാടിത്തരവും ചെറ്റത്തരവും തെണ്ടിത്തരവുമാണ്. കാരണം വിളിച്ച് വരുത്തിയിട്ട് ഭക്ഷണവും കൊടുത്തിട്ട് വീടെത്താത്ത മുൻപ് നിങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് നാണം കെട്ട പരിപാടി ചെയ്തത് ഏറ്റവും തെണ്ടിത്തരമാണ്. ആളെ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ അതിലൂടെ വേറൊരു മെസ്സേജും കൂടി കൊടുക്കുന്നുണ്ട്. വിളിച്ച ഒരാളെയും അയാളുടെ അറിവോടെയല്ല വിളിച്ചത് എന്നുള്ള മെസ്സേജും കൂടി അതിൽ കൊടുക്കുന്നുണ്ട്, ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഫംഗ്ഷന് വിളിച്ച ഒരാളെയും ഞാനല്ല വിളിച്ചത്, ഇവൻറ്റ് മാനേജ്മെൻറ്റാണ്, അല്ലെങ്കിൽ PR ആണ്, അല്ലെങ്കിൽ PA ആണ് എന്ന്. കാരണം അയാൾക്ക് കുത്തിയിരുന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. 5 ദിവസത്തെ പരിപാടിയാണ്. അത്രയും ഇന്ത്യയിലെ മൊത്തത്തിലെ ആളുകളെ വന്നിരിക്കുന്നത്, ഇന്ത്യൻ്റെ പുറത്തുള്ളവരോടൊക്കെയല്ല വന്നിരിക്കുന്നത്. അപ്പം ആളെ വിളിക്കാൻ പറ്റില്ല, ആൾക്ക് എല്ലാവരെയും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും കൊടുത്തിട്ട് അവരെ വിളിക്കുള്ളൂ. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ PR ആയിരിക്കും, അല്ലെങ്കിൽ PA ആയിരിക്കും. അപ്പോൾ ഇവരെ ആരെയും വിളിച്ചത്, അതായത് ഈ ഫംഗ്ഷന് വന്ന ഒരാളെയും വിളിച്ചത് ഞാനല്ല എന്നുള്ളൊരു മെസ്സേജാണോ അയാൾ കൊടുത്തത്? അതൊന്നാമത്തെ ചോദ്യം. പിന്നെ 2, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഒരു ഫംഗ്ഷന് പോയാൽ, ഇപ്പം നമ്മളൊരു ഫംഗ്ഷന് പോയി, എന്നെ വിളിച്ചിട്ടുണ്ടാവില്ല, എൻ്റെ ഫ്രണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരിക്കും. അവൻ എന്നെ അറിയാമായിരിക്കും, ഞാൻ അവൻ്റെ ഫ്രണ്ടിനായതുകൊണ്ട് ഫ്രണ്ടിൻ്റെ കൂടെ പോയി. അപ്പോൾ അവൻ അവിടെ നിന്ന് നിന്നെ വിളിക്കാൻ എനിക്ക് മറന്നു എന്ന് പോലും പറയില്ല. അതൊക്കെ ഇൻസൾട്ടാണ്, അല്ലേ? ഇപ്പം ഞാൻ അവിടെ പോവുകയാണ്, എന്നെ വിളിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അവനെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ പോവും. ഞാൻ പോയിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്, നിന്നെ വിളിക്കാൻ മറന്നു കേട്ടോ സജീഷേ എന്ന് പറയില്ല. പറഞ്ഞാൽ അത് എനിക്ക് ഇൻസൾട്ടല്ലേ? അതുപോലും പറയില്ല. പോലും കൈ കൊടുക്കും, ഭക്ഷണം കഴിക്കും, അവിടെ കമ്പനിയാവും, വരും. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അത്രയ്ക്ക് പോലും മനസ്സില്ല. ഇതിനുള്ള മനസ്സില്ലാതായല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മനസ്സില്ലാതാവാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കാരണങ്ങൾ കൊണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം, ഫസ്റ്റ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അനിൽ സാറിൻ്റെ, അനിൽ പറഞ്ഞ ഒരാളുടെ യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ വളരെ മോശമായിട്ട് ചില അഴകിയ രാവണന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്ത് ചെയ്താലാണ് പേര് കിട്ടുക,
എന്ത് ചെയ്താലാണ് റീച്ച് കിട്ടുക എന്നത് ഇങ്ങനെ ആക്രാന്തത്തോട് ഓർത്ത് തെരുവിലൊക്കെ പേപ്പട്ടികൾ അലഞ്ഞു തിരിയുന്നത് പോലെ ആരെ കിട്ടിയാൽ പടം വലിയ പ്രശസ്തനാണെന്ന് എന്നെ വിചാരിക്കും. ഏത് പടത്തിനാണ് വലിയ വില? അങ്ങനെ ഇതാണ് ആളുടെ വീഡിയോ ഞാൻ ഫുള്ളായി കേൾപ്പിക്കുന്നില്ല. അതിൽ താഴെ വന്ന കമൻസ് നോക്കാം. കമൻസാണ് നമുക്ക്. ഇതാ, മലബാർ ജ്വല്ലറിയുമായി സഹകരിച്ചിരുന്ന ഒരാളെന്ന് എനിക്ക് പറയട്ടെ, ഇനി മലബാറുമായി ആ സഹകരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതുപോലുള്ള വൃത്തികെട്ടവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡായി അധപ്പതിച്ചു പോയതിൽ സങ്കടമുണ്ട്. അതായത് ആദില നൂറയെ വിളിച്ച് ഫംഗ്ഷന് വിളിച്ചതിനും കൂടെ നിന്ന് ഫോട്ടോ എടുത്തതിനും വീഡിയോ എടുത്തതിനും അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിനും ഒരാളെതിരെ വീഡിയോ ഇട്ടു. അത് ഫൈസൽ മലബാറിനെതിരെ ഈ ഫംഗ്ഷൻ ദിവസം വൈകുന്നേരത്ത് അവരുടെ ആദില നൂറയുടെ വീഡിയോ വന്നപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ ചാനലിൽ വന്ന ഒരു ചാനലിൽ ഇതുപോലെ ഈ ഫൈസൽ മലബാറിനെതിരെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞ ഓരോ ആളുകളും പറഞ്ഞ കമൻസാണ്. ഇപ്പോൾ ഒരാൾ പറഞ്ഞ കമൻസാണ് ഞാൻ വായിച്ചത്. മലബാറിൻ്റെ പോക്ക് നാശത്തിലേക്ക് എന്നതിൻ്റെ ലക്ഷണമാണ് ആദില നൂറയെ പാലുകാച്ചൽ ചടങ്ങിൽ ക്ഷണിച്ചത്. ഇതിലും നല്ലത് മുംബൈയിൽ നിന്നും പിലാ ഹൗസിലെ വേശികളെ കൊണ്ടുവരുന്നതായിരുന്നു. ആലോചിച്ച് നോക്കാം. കമൻസാണ് ഇത്രയും മോശമായിട്ട് കമൻസ് ഇട്ടിരിക്കുകയാണ്. ഞാൻ സ്വർണം എപ്പോഴും എടുക്കാൻ പോകുന്ന മലബാർ ഗോൾഡിലായിരുന്നു. ഇനി മേലെ ആ വൃത്തികെട്ടവന്മാരുടെ കടയിൽ കയറില്ല. ഇതൊക്കെ എപ്പോഴാണ്? ഇന്നലെ വന്ന കമൻസ് അല്ല, ഇതിന് മുൻപ് വന്ന കമൻസാണ് കേട്ടോ. ആദില നൂറയെ വീട്ടിൽ കയറ്റിയതിന് അപ്പോൾ വന്ന കമൻസാണ്. മലബാർ ഗോൾഡിനെ സംഘികൾ മലദ്വാരം എന്ന് വിളിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വിഷമം പോയി. വേറെ ഏത് കടയിൽ കയറിയാലും ഇവൻ്റെ കടയിൽ പോവില്ല. പിന്നെ അത് ഇപ്പോഴാണ് യഥാർത്ഥ മലബാർ ജ്വല്ലറി. അതെ, ഇത് അടുത്തത്. ഇദ്ദേഹം ഭയങ്കര മാതാപിതാക്കളെ സ്നേഹം കാണിക്കുന്ന ആളാണ്. എന്നിട്ട് മാതാപിതാക്കളെ ധിക്കരിക്കുന്നവരെ കൊണ്ട് വരിക. ഇതെന്ത് കാലം? അങ്ങനെ 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 ഇഷ്ടം പോലെ മെസ്സേജുകൾ പോയി. പിന്നെ എങ്ങനെയാണ് ആള് ഇത് ഇങ്ങനെ ഒരു ഖേദം പ്രകടിപ്പിക്കാതിരിക്കുക? കാരണം ആളുടെ കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഒരുപാട് ആളുകൾ ഇന്നെ പക്കയായിട്ട് എതിർത്തു. അതുകൊണ്ട് ആളൊരു ഖേദം പ്രകടിപ്പിച്ചു. ഇതൊക്കെ ചെയ്തതുകൊണ്ട് ആൾ ന്യായീകരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ന്യായീകരിക്കാനുള്ള വകയേ അല്ല, ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഇത് പിന്നെ നോർമലൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞത്, ഒരു ഓഡിയോ കേൾപ്പിക്കാമെന്ന് പറഞ്ഞത്. നോർമലൈസ്ഡ് ആക്കിയാലുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്ന് നമുക്ക് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദില നൂറയുടെ ഇഷ്യൂ ഇന്നിപ്പോൾ വീഡിയോയിൽ കണ്ടു. ഞാൻ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. എൻ്റെ മോള് പഠിക്കുവാണ്. അവിടെ ഒരുപാട് ഇഷ്യൂസ് ലെസ്ബിയൻസിന് ബേസ് ചെയ്തിട്ടുണ്ട്. ഗേൾസ് സ്കൂളാണല്ലോ. അപ്പോൾ ക്ലാസ്സിൽ തന്നെ ഫ്രഞ്ചൈസ് ചെയ്യുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മിക്സഡ് സ്കൂളുകളിൽ ബോയ്സും ഗേൾസിൻ്റെ ഇടയ്ക്ക് അഫെയറൊക്കെ ഉണ്ട്. പക്ഷേ അതാണെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് പോകില്ല. ഇവർ പ്യൂർലി സെക്സ് ബേസ്ഡ് ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ്. അവരുടെ ആ ഒരു സെക്ഷലി ഉള്ള ഒരു അഗ്രഷൻ എങ്ങനെയൊക്കെയോ അവർ തീർക്കാൻ ശ്രമിക്കുന്ന മാത്രമാണ്. ഇതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഒരുപാട് വീട്ടിലെ പാരൻസ് ഇതിൻ്റെ പേരിൽ സഫർ ചെയ്യുന്നുണ്ട്. ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് കരുതി ഇങ്ങനൊരു മൈൻഡ് സെറ്റിൽ ഇല്ലാത്ത ആൾക്കാർ ഇതിലേക്ക് പോകുന്ന ഒരു കാര്യവും ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇത് ഒരു അമ്മയുടെ ഒരു ഓഡിയോ ആണ്. വേറൊരു വ്ളോഗിൽ നിന്ന് എടുത്ത ഒരു അമ്മയുടെ ഓഡിയോ ആണ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ സംഭവിക്കില്ല, ഇത് നമുക്ക് ജനിക്കുമ്പോഴേ കിട്ടിയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ടാവും. ഞാനിതിനു മുൻപൊക്കെ അങ്ങനെ വിചാരിച്ചതാണ്. ജനിക്കുമ്പോഴേ കിട്ടിയതാണെങ്കിൽ അവർ അങ്ങനെ ആ രീതിക്ക് പൊക്കോട്ടെ, അവർ ജീവിച്ചോട്ടെ. അവരിനെ ജീവിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ആരും എതിർക്കുന്നില്ല. അവർ ജീവിച്ചോട്ടെ, നല്ല രീതിക്ക് ജോലി എടുത്തിട്ടോ അവർക്ക് പറ്റുന്ന രീതിയിൽ ജീവിച്ചോട്ടെ. പക്ഷേ ഇതിനെ ഒരു ചാനലിലോ ഒരു പരിപാടിക്ക് കൊണ്ടുവന്നിട്ടും നോർമലൈസ്ഡ് ആക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നമുക്ക് ജനിക്കുമ്പോഴേ കിട്ടിയ ഒരു സംഭവമാണ്, നമുക്ക് അങ്ങനെ നമ്മുടെ ഹോർമോൺ വ്യത്യാസത്തിൽ വന്നതാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ മാത്രമല്ല ഇതുപോലെ പോകുന്നത്. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ,
ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾക്ക് കല്യാണമേ വേണ്ട, കല്യാണം കഴിക്കാൻ പേടിയാകുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കല്യാണം കഴിക്കാൻ പേടിയാകുന്നു എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ എന്നാൽ പിന്നെ നമ്മൾക്ക് 2 ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങും. അവർക്ക് ഇങ്ങനെ ഹോമോസെക്ഷൽ ആളുകളായിരിക്കില്ല, LGBTQ ആയിരിക്കില്ല, പക്ഷേ അവർക്ക് അങ്ങനെ തോന്നിപ്പോകുന്നുണ്ട്. അത് ഇല്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കാനേ പറ്റില്ല, അത് തോന്നിപ്പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഇത് തോന്നിപ്പോവും. ഇത് നോർമലൈസ്ഡ് ആക്കിയാലുള്ള പ്രശ്നങ്ങൾ ഇനി കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഇനിയൊരു ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് പട്ടിയെയാണ് വീട്ടിലിരുത്തുന്ന പട്ടിയെ കല്യാണം കഴിക്കണം പറഞ്ഞാൽ കല്യാണം കഴിക്കേണ്ട എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോകുമെന്ന് ഉറപ്പാണ്. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ, പെൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം ഇല്ലാതാക്കുന്നത് ആൺകുട്ടികൾ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അവരിങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത ഡൈവേഴ്സായിട്ട് മാറുന്നതിനേക്കാളും നല്ലതല്ലേ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഇത് നോർമലൈസ്ഡ് ആക്കിയാൽ. അല്ലെങ്കിൽ നോർമൽ ആക്കിയില്ലെങ്കിൽ ഇത് ഹോർമോൺ വ്യത്യാസത്തിൽ വന്ന ആ കുട്ടികൾ മാത്രം ഒരുമിച്ച് ജീവിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഗേ ആയിട്ട് ജീവിക്കുന്നതോ ഇങ്ങനെ ആയി ജീവിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് നോർമലാക്കിയിട്ട് ഇതുപോലെ ചാനലിൽ കൊണ്ടുവന്ന് അവരെ ഭയങ്കര റീച്ച് ഉണ്ടാക്കി അവരെ വലിയവരാക്കുന്ന സമയത്ത് അത് ഉറപ്പായിട്ടും അത് ഇഷ്യൂ ഉണ്ടാവും. എന്തായാലും അത് ഉറപ്പാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളൊരു 25 വർഷം മുൻപ് ഒരു കുഞ്ഞ് നമ്മളെ ഫോണിലിരുന്ന് മെമ്മറി കാർഡ് കാണിച്ചിട്ട് നമ്മൾ ഇതെല്ലാം നമുക്ക് ഈ മെമ്മറി കാർഡിൽ 10-25 സിനിമ വരും. ഇപ്പോൾ സിനിമ കാണാൻ പറ്റും, 10-30 സിനിമ കാണാൻ പറ്റും, ഫോട്ടോസ് കാണാൻ പറ്റും പറഞ്ഞാൽ നമ്മളെ 25-30 കൊല്ലം മുമ്പ് വിശ്വസിക്കുമോ? നമ്മളെന്തായാലും വിശ്വസിക്കില്ല. നീ എന്താ പൊട്ടത്തരം പറയണം, എന്ന് പറയും ഈ കുഞ്ഞ് മെമ്മറി കാർഡ് കാണിച്ചിട്ട് ചെയ്താലേ. അപ്പോൾ അങ്ങനത്തെ കാലഘട്ടമാണ്. പിന്നെ നമ്മൾ 25 കൊല്ലം മുമ്പ് ആലോചിച്ചിട്ടുണ്ടോ ഇതുപോലെ ഫോണും? 25-30 കൊല്ലം മുമ്പ് ആലോചിച്ചിട്ടുണ്ട് ഇതുപോലെ ഫോണ് വന്ന് എന്ത് തരവഴിത്തരവും തെണ്ടിത്തരവും കാണിച്ചിട്ട് റീച്ചാകാമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണമുണ്ട്. അതായത് അതൊരു പെൺകുട്ടികളെ മാത്രമല്ല പറഞ്ഞാൽ ആണും പെണ്ണും കാര്യമുണ്ട്. ഇപ്പോൾ ആറാട്ടണ്ണനെ പോലെയുള്ളവരും അലൻ ജോസ് പെരേരനെ പോലെയുള്ളവരും പിന്നെ പെൺകുട്ടികളെ പറയണമെങ്കിൽ ഒരുപാട് പേരുണ്ട്. പിന്നെ ഇപ്പോൾ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി എന്തൊക്കെ നാഗത്തരങ്ങൾ കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും അടുത്ത വർഷം ആകുമ്പോഴേക്ക് റീച്ച് ആവണം, എങ്ങനെയെങ്കിലും സെറ്റ് ആവണം. ഇപ്പോൾ ഈ ഇടയിൽ നടന്നൊരു കാര്യം തന്നെ ഞാൻ ചെറുതായിട്ട് പറയാം. ഒരു യൂട്യൂബർ അടുത്ത വർഷം എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഈ വർഷം ബിഗ് ബോസിൽ അനുമോളുടെ PR ആണ്, അനുമോൾ ഇത്ര ലക്ഷം രൂപ ഓരോരുത്തർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 4-5 പേർക്ക്, ഒരാൾക്ക് 50,000, ഒരാൾക്ക് 2 ലക്ഷം, ഒരാൾക്ക് 3 ലക്ഷം, ഒരാൾക്ക് 5 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വീഡിയോ ചെയ്തു. അവന് റീച്ച് ആവണം. സത്യം അന്വേഷിച്ച് പോയപ്പോൾ അറിയണത് അവൻ എങ്ങനെയെങ്കിലും റീച്ച് ആയിട്ട് അടുത്ത വർഷം ബിഗ് ബോസിൽ കയറണം. അതിന് വേണ്ടി അവൻ ചെയ്തതാണ്. അപ്പോൾ യൂട്യൂബേഴ്സെ കൂടെ അവനോട് പറഞ്ഞ് പ്രശ്നം ഇഷ്യൂ ആയപ്പോൾ അവൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അതേപോലെ പെൺകുട്ടികളും പലതും കാണിക്കുന്നുണ്ടല്ലോ. ജീവിക്കാൻ വഴിയില്ല എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാണാൻ കുഴപ്പമില്ല മെനയുണ്ടെങ്കിൽ അവർ വേഗം എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രസ്സിൻ്റെ ഇത് കുറച്ചിട്ട് അവർ വീഡിയോ ചെയ്ത് വേറെ ഒരു കഴിവും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആക്കാനുള്ള കഴിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ചെയ്തിട്ട് റീച്ച് ആവുന്നില്ലേ? അപ്പോൾ ആ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളിത് നോർമലൈസ്ഡ് ആക്കിയാൽ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കും, അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, അവനവൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. പക്ഷേ ഇപ്പോൾ ഈ ഓഡിയോയിൽ കേട്ടതുപോലെയുള്ള അനുഭവങ്ങൾ ഇഷ്ടം പോലെ വരുമെന്ന് ഉറപ്പാണിത് നോർമലൈസ്ഡ് ആക്കിയാൽ. അപ്പോൾ ഇപ്പോൾ ഈ പറയുമ്പോൾ ഫൈസൽ മലബാർ ചെയ്തതിനെ ന്യായീകരിക്കുന്നില്ല. ഫൈസൽ മലബാർ ചെയ്തത് തെണ്ടിത്തരം തന്നെയാണ്, ചെറ്റത്തരം തന്നെയാണ്, നാറിത്തരം തന്നെയാണ്, അത് ഉറപ്പ് ഞാൻ പറയുന്നു. പക്ഷേ വിളിക്കാൻ പാടില്ലായിരുന്നു. വിളിച്ചിട്ടുണ്ട് ഇയാൾ അറിയാതെ വിളിച്ചു പറഞ്ഞത് വലിയ തെറ്റ്. ഇയാൾ അറിയാതെയല്ല വിളിച്ചത്. ഇയാൾ അറിയാതെ വിളിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഈ പരിപാടിക്ക് ഫംഗ്ഷന് വന്ന ഒരാളെയും ഇയാൾ അറിഞ്ഞുകൊണ്ടല്ല വിളിച്ചത്. ലിസ്റ്റ് ഇയാൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ വരുന്നവരും പോണവരൊക്കെ വന്നിട്ട് പോയി എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതെന്തായാലും അല്ലയെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അത് ഇപ്പോൾ ഇത്രയും ദിവസം ഈ 5 ദിവസം പോയ ആളുകൾക്ക് പോലും അത് ക്ഷീണമാണ് അങ്ങനെ ഇയാൾ പറഞ്ഞത്. അത് ഇയാൾ ചിന്തിച്ചിട്ടില്ല. അത് ഇയാളുടെ ബുദ്ധിയുള്ള PR പറഞ്ഞു കറക്റ്റായിട്ട് പറയാതെയാണോ അത് തടി തപ്പാൻ വേണ്ടി പറഞ്ഞാണോ എന്നറിയില്ല. പക്ഷേ അത് തെറ്റാണ് എന്ന് പറയുമ്പോഴും പകുതിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇവരെ അംഗീകരിക്കുക, ഇവർ പറഞ്ഞത് കംപ്ലീറ്റ് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആൾക്ക് LGBTQ എതിർപ്പാണെങ്കിൽ നാദ്രിയെ വിളിക്കില്ല.
പിന്നെ കേരളത്തിലെ എതിർപ്പാണെങ്കിൽ ഈ നാദ്രി ഒരുപാട് പേര് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അല്ലേ, ഗേ ആയിട്ടും ലെസ്ബിയനായിട്ടും LGBTQ ഒരുപാട് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. അവരാരെയും ടാർഗറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ആദില നൂറയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അവർ നല്ല പെൺകുട്ടികൾ, ഇങ്ങനെ നല്ല ഒരു കാണാൻ ചേലുള്ള പെൺകുട്ടികളാണ്, ഒന്നും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവരുടെ സത്യങ്ങൾ അവർ ഓരോ ചാനലുകളിലും പോയിട്ട് അവരുടെ അച്ഛനും അമ്മനെയും താറടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് അച്ഛനും അമ്മയും തന്നെ പുറത്തേട്ട് വരണം സത്യം എന്താണെന്ന് അറിയിക്കണമെങ്കിൽ. ഇനിയിപ്പോൾ അച്ഛനും അമ്മയും എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും. അപ്പോൾ ഇവർ വൈരാഗ്യ ബുദ്ധിയോടെ നടക്കുന്ന 2 കുട്ടികളാണെന്ന് നമുക്ക് ആ ബിഗ് ബോസിനകത്ത് പോയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഓരോ കാര്യങ്ങളും ആ ഷാനവാസിനെ കൂടെ നടന്ന് ഷാനവാസിൻ്റെ നിന്ന് 2ാം സ്ഥാനം അല്ലെങ്കിൽ കപ്പ് കിട്ടേണ്ട ആളാണ് തട്ടിത്തെറിപ്പിച്ചു. കാരണം ഷാനവാസിന് അത്രയും ഫാൻ ബേസ് ഉള്ള ആളാണ്. അപ്പോൾ എങ്ങനെ 2ാം സ്ഥാനമെങ്കിലും കിട്ടിയിട്ടുണ്ടാവണമായിരുന്നു. പക്ഷേ ഷാനവാസ് ഈ പെങ്ങളെ കൊട്ടി പറഞ്ഞ് ഈ 2 കൊണ്ട് നടന്നപ്പോഴാണ് ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് കപ്പ് പോയത്. അപ്പോൾ ഇവർ അത് എന്നിട്ട് പോലും ഷാനവാസിന് മര്യാദ കൊടുക്കാതെ നിന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവർ വൈരാഗ്യ ബുദ്ധിയോടെ നടക്കുന്ന ആളുകളാണെന്ന് നമുക്ക് ആ ബിഗ് ബോസിനകത്ത് പോയാൽ മനസ്സിലായി. അപ്പോൾ ഇവർ വൈരാഗ്യം കൊണ്ട് ചെയ്തതല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ ഒരു കാര്യം നടക്കുമ്പോൾ എല്ലാ അച്ഛനമ്മമാരും നിങ്ങൾക്ക് ജനിക്കുമ്പോഴേ കിട്ടിയതല്ലേ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് പറയില്ലല്ലോ. നമ്മളിപ്പോൾ ഒരാണെയും പെണ്ണിനെയും സ്നേഹിക്കുമ്പോൾ തന്നെ ആണും പെണ്ണും പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ എത്ര വീട്ടുകാർ എതിർക്കുന്നു. അപ്പോൾ ഒരു പെണ്ണുമായി വെച്ചാൽ എതിർക്കില്ലേ? അതുപോലെ എതിർപ്പ് സംഭവിച്ചത് മാത്രമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അച്ഛനും അമ്മയും അങ്ങനെ വരുന്ന അത്രയും അതുവരും 2 പേരിൻ്റെയും അച്ഛനും അമ്മയും അച്ഛൻ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ നോക്കി എന്നൊക്കെ പറയുന്നത്, എളാപ്പ നോക്കി എന്നൊക്കെ പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനത്തെ ഫാമിലി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവരിപ്പം പറയുന്നതുകൊണ്ട് തീരെയും ഇതിനു മുൻപൊക്കെ വിശ്വസിച്ചിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് ഈ നോർമലൈസ്ഡ് ആക്കുന്നത് കൊണ്ട് അത് നോർമലൈസ്ഡ് ആക്കി അതിൽ ഇപ്പോൾ നിങ്ങൾ കേട്ട ഓഡിയോ പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.